തൃശൂർ കോടാലിയിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ദുരന്തം വിതച്ച അതേ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് ഇത്തവണയും കിടപ്പുമുറിയിൽ കണ്ടത്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പാമ്പിനെ തല്ലിക്കൊന്നു. കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ 10 വയസ്സുകാരൻ അനോജിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട്. അനോജ് സംസാരിച്ചു തുടങ്ങി. ജെയ്സൺ ചാമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, അനോജിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകുമ്പോൾ അതേ സമയം തന്നെയാണ് അതേ വീട്ടിൽ വീണ്ടും അതേ വെള്ളിക്കെട്ടൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ചുരുക്കത്തിൽ അവിടെ കൂടുതൽ പാമ്പുകൾ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അരുൺകുമാർ, കോടാലിയിൽ ഈ പാമ്പിന്റെ ഭീഷണി മാറുന്നില്ല എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ കുട്ടി മരിച്ച് സംസ്കരിച്ച ആ ദിവസം തന്നെ ആ പരിസരത്തെ മുഴുവൻ കാടുപടലങ്ങളും വെട്ടി വെളുപ്പിച്ച് തീയിട്ട് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായി ക്ലീൻ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും എവിടെയോ കാര്യമായ രീതിയിൽ ഈ പാമ്പുകൾ വലിയ രീതിയിൽ പെറ്റുപെരുകിയിട്ടുണ്ട്. അതാണ് ഇതേ മുറിയിലേക്ക്, കിടപ്പുമുറിയിലേക്ക് വീണ്ടും ഇതേ ഇനത്തിൽപ്പെട്ട പാമ്പ് വന്നു എന്നതാണ് അവർ ആശങ്കപ്പെടുത്തുന്നത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നാട്ടുകാർ അതിനെ തല്ലിക്കൊന്നു. പക്ഷേ ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അവിടെ കാര്യമായ പരിശോധന നടന്നിട്ടുണ്ട്. നാളെയും അത് തുടരും. ഇനി അവിടെ മനസ്സമാനത്തോടുകൂടി താമസിക്കണമെങ്കിൽ കാര്യമായ രീതിയിൽ പരിശോധന നടത്തി പാമ്പുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ താമസിക്കാനാകൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതേസമയം ആശ്വാസകരമായ ഒരു വാർത്ത അനോഷിന്റെ കാര്യത്തിലാണ്. സഹോദരൻ വലിയ രീതിയിൽ നല്ല ജീവിതത്തിലേക്ക് ശാന്തമായി തിരിച്ചു വരുന്നുവെന്ന സന്തോഷകരമായ വാർത്ത കൂടി ഇതോടൊപ്പം പങ്കുവെക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്നും വാർത്ത നൽകിയത്.